ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളിലൊന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹമാസിന്റെ തലവനും അറസ്റ്റ് വാറന്റ് ഉണ്ട്. ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഗാസയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 40,000-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്തതിനും ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ച യുദ്ധക്കുറ്റം ചെയ്തതിനുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് ICC, ആ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നത്. ICC പ്രീ ട്രയൽ ചേംബർ 1-ലെ 3 ജഡ്ജിമാർ ഏകകണ്ഠമായിട്ടാണ് ഇവർക്കെതിരെ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹമാസ് നേതാവ് മുഹമ്മദ് ദയീഫിനെതിരെയും കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയും ഈ നിമിഷം ഓർക്കുക. നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. കൗമാരക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ അമേരിക്കയിൽ മുൻ അധ്യാപികയ്ക്ക് 30 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മേരിലാൻഡിൽ നിന്നുള്ള 32-കാരിയും മോൺഗോമറി സ്കൂളിലെ അധ്യാപികയുമായിരുന്ന മെലിസ കട്ടിസിനെയാണ് കോടതി ശിക്ഷിച്ചത്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ചിത്രം ഇപ്പോൾ നമുക്ക് കാണാം. ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മെലീസയ്ക്ക് ചില താക്കീതുകളുണ്ട്. ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ബാക്കിയുള്ള ജീവിതത്തിൽ 25 വർഷത്തേക്ക് ലൈംഗിക കുറ്റവാളിയാണ് ഞാൻ എന്ന കാര്യം രജിസ്റ്റർ ചെയ്യണം. മാത്രമല്ല, ഇവർ സ്വന്തം കുട്ടികളൊഴികെ മറ്റേതെങ്കിലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായി അടുത്തിടപെടുന്നുണ്ടെങ്കിൽ അതിന് മേൽനോട്ടം വേണം. മേൽനോട്ടമില്ലാതെ ആ കുട്ടികളുമായിട്ട് അടുത്തിടപെടാൻ പാടില്ല എന്ന വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു. 2015 ജനുവരി മുതൽ മെയ് വരെ 8ാം ക്ലാസ്സുകാരനെ സ്വന്തം വാഹനത്തിൽ വെച്ചും വസതികളിലും വെച്ചും പീഡിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഈ ആരോപണം മറ്റാരുമല്ല നൽകിയത്, ആ കൗമാരക്കാരൻ തന്നെയാണ്.